നമുക്കിന്നൊരു സ്പെഷ്യൽ ബീഫ് മന്തി ഉണ്ടാക്കിയാലോ. ഇതിനെ മന്തി എന്ന് തന്നെ വിളിക്കണം എന്ന് ഞാൻ പറയില്ല. സംഭവം ഞാൻ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 1 കിലോ ബീഫിന്റെ ഫിംഗർ മീറ്റ് എടുത്തേക്കുന്നത്. ഫിംഗർ മീറ്റ് എന്ന് പറഞ്ഞാൽ റിബ്സിന്റെ ഒരു പാർട്ടാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 5 ഉണക്കമുളകും കൂടെ ഒരു പാനിലേക്ക് ഇട്ട് ചൂടാക്കി നമുക്കിതെല്ലാം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് 4 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഫിംഗർ മീറ്റിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് നമ്മൾ അടിച്ചു വെച്ചേക്കണ അരപ്പിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം നല്ലോണം ഇളക്കി ഒരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പോട്ടിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത്, 1 കഷ്ണം മാഗി ക്യൂബ്, 4 പച്ചമുളക്, 4 വെളുത്തുള്ളിയുടെ അല്ലി, ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത സെല്ല ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് സാധാരണ വെള്ളവും 1 കപ്പ് ബീഫിൽ നിന്ന് വന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പൊ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഫിംഗർ മീറ്റ് ഒരു പാനിലേക്ക് ഇട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയുള്ള സംഭവം. ബീഫ് ഡ്രൈ ആക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ മന്തി റൈസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി പ്ലേറ്റ് ചെയ്യുക, കഴിക്കുക. ഞാൻ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് കുക്കുംബറും ഒണിയനും യോഗട്ടും വെച്ചൊരു നൈസ് ആയിട്ടൊരു സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സംഭവം ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.